കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റ് മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു വിവരമുള്ള മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു. കുഞ്ഞുനാളിൽ കുർബാനയും പാട്ടുമൊക്കെ ലാറ്റില്ലായിരുന്നു. അന്ന് പങ്കെടുത്തപ്പോൾ കിട്ടിയ ഒരു ആത്മീയത ഇന്ന് മലയാളത്തിൽ കുർബാന ചെല്ലുമ്പോൾ പാടുമ്പോഴൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ലാറ്റിലേക്ക് തിരിച്ചു പോകണം. സഭയിലെല്ലാവരും ലാറ്റിൻ ഭാഷ പഠിക്കണം. നമ്മുടെ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ ലാറ്റിൻ പഠിപ്പിക്കണം. വളരെ ലോജിക്കലായിട്ടും കൺവിൻസിങ്ങുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാനതിന് മറുപടി കൊടുത്തത് 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ലാറ്റിൻ? ക്രിസ്തു സംസാരിച്ച ഭാഷ അരമൈക്കല്ലേ, അരമൈക്ക് ഭാഷ പഠിപ്പിച്ചാൽ പോരെ. രണ്ടാമത്തെ ഞാൻ ചോദിച്ചത്, ക്രിസ്തു ഇന്ന് കേരളത്തിൽ ജനിക്കുകയാണെങ്കിൽ ഏത് ഭാഷ സംസാരിക്കും? ആൾ പറഞ്ഞു മലയാളം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദൈവം എവിടെ ജനിക്കുന്നുവോ അവിടുത്തെ ഭാഷ, അവിടുത്തെ വേഷം, അവിടുത്തെ ആവശ്യം എടുത്തിടും. വലിയൊരു തർക്കം ഒഴിവായി എന്നുള്ളതാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് വലിയൊരു തർക്കം, വലിയൊരു അടി നടക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഈശോ ദേവാലയത്തിൽ കയറി കച്ചവടക്കാരെയൊക്കെ പുറത്താക്കി. വർഷങ്ങളായിട്ട് അവിടെ നിലനിന്നിരുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ദേവാലയത്തിന് ഒരുപാട് വരുമാനം ഉണ്ടായിക്കൊടുത്തൊരു സ്ഥാപനമാണ്. ഇതാണ് ഈശോ അടിച്ച് പുറത്താക്കുന്നത്. ഈ കലിപ്പിലാണ് അവിടെയുള്ള പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കൂടി ഈശോയെ വളയുന്നത്. അവർ വളരെ ആർഷായിട്ട് ഈശോയോട് ചോദിക്കും, നീ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്തത്? നീ ആരാണ്? നീ എന്ത് അധികാരത്തിൽ ചെയ്തത്? അവിടെ ഈശോയുടെ ഈഗോ ഹേർട്ടായൊന്നുമില്ല. ഈശോ ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല, ഇതെൻ്റെ അപ്പൻ്റെ വീടാണ്, നിങ്ങളാരും ഇവിടെ കയറിയിരിക്കാൻ, അങ്ങനെയൊന്നുമില്ല ഈശോ പറഞ്ഞത്. സിറ്റുവേഷൻ വളരെ മോശമാണ്. ഈശോ വളരെ കൂളായിട്ട് പറയാണ് ഒരു ചോദ്യം, അതിന് ഉത്തരം തന്നാൽ പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന്? അവർ പെട്ടുപോയി. അങ്ങനെ വലിയൊരു തർക്കം, വലിയൊരു പ്രശ്നം ഒഴിവായി പോവാണ്. ഈശോയുടെ വിറ്റ് ആൻഡ് വിസ്ഡമാണ് നമ്മൾ കാണുന്നത്. റൂമിയുടെ ഒരു കവിതയുണ്ട്, റേസ് യുവർ വേർഡ്സ് നോട്ട് വോയിസ്, ഇറ്റ് ഈസ് റെയിൻ ദാറ്റ് മേക്ക് ഫ്ലവേഴ്സ് നോട്ട് തണ്ടർ. നമ്മുടെ തർക്കങ്ങളിൽ കൂടുതൽ ഒച്ചയാണ്, വാക്കുകളില്ലാതെ പോകുന്നു.